ഏറെ സന്തോഷം ഉളവാക്കുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഔപചാരികതകളുടെ ഒരു കൂടാണ്. പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ഈ പലപ്പോഴും ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ സ്വാഗതമോ പ്രാർത്ഥനയോ നന്ദിയോ ഒന്നുമില്ല അത്ര. അപ്പൊ ഒരു പ്രഭാഷകൻ, ആ പ്രഭാഷകൻ ഒരു പരിപാടിക്ക് വരികയാണെങ്കിൽ ആ പ്രഭാഷകൻ വരും, അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഗതിയെ പോലെയോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഈ വിഭാഗത്തിന്റെ ഇൻഡസ്ട്രിയൽ അതിന്റെ ആളുകളുണ്ടാവും. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ, വളരെ സിമ്പിളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ എന്താ പറയാ ഒരു മഹാസാഹിത്യകാരനാണെന്നോ അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞില്ല. അത് ഭയങ്കര സന്തോഷമായി. ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ വർണ്ണനകളുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. അപ്പോ അതിൽ വീർപ്പുമുട്ടി കഴിയുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പൊ നിങ്ങളൊക്കെയും ഈ വീർപ്പുമുട്ടലിൽ നിന്ന് സ്വതന്ത്രമാവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഈ ഏറെ പ്രായോഗികമായ നിലപാട് ഈ സ്ത്രീയെ സംബന്ധിച്ചും പ്രകൃതിയെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീ ഇമോഷണൽ ആണെന്ന് പറയുന്നത്, വൈകാരികതയുള്ള ആളാണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ നിങ്ങളെ? പലപ്പോഴും അതായത് ഈ സിറ്റുവേഷൻസിനോട് എത്രയും പെട്ടെന്ന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക, അതായത് സാമൂഹിക സന്ദർഭത്തോട് അല്ലെങ്കിൽ ഗാർഹിക ജീവിത സന്ദർഭത്തോട് സ്ത്രീ പ്രതികരിക്കുന്ന വിധം അല്ലെ. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മിറ്റ്മെന്റ് ഭാഗമാണ്. ഒരു പ്രശ്നം വന്നാൽ അതിനെ പ്രായോഗികമായി എങ്ങനെ നേരിടണം എന്ന്, അല്ലെങ്കിൽ ഉറക്കം രാത്രി ഉണ്ടാവില്ല അല്ലെ. പലപ്പോഴും എന്റെ ഭാര്യയൊക്കെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി 12 മണിക്കും 1 മണിക്കും എന്നെ വിളിച്ചിട്ട് വളരെ ലളിതമായൊരു കാര്യമായിരിക്കും എന്നെ വിളിച്ച് ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം, ഈ ബാങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടില്ല, അത് എന്തുകൊണ്ട് വന്നില്ല അല്ലെ. പുരുഷന് ചിന്തിക്കാറില്ല എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത്. കാരണം അതൊന്നോടൊന്ന് വരും അല്ലെ. അതേസമയത്ത് സ്ത്രീ എങ്ങനെ അത് വന്നില്ല ഇത് വന്നില്ല, അതെന്താ അങ്ങനെയായത്, ആ ചെടി വെച്ചത് എന്താ ഇങ്ങനെയായത്, ആ ചെടി വെച്ചത്. അതുകൊണ്ടാണ് മലയാളത്തിലെ ഒരു കവി ഡി വിനയേന്ദ്രനാണ് പറഞ്ഞത്, ഒരു ചെടി നട്ടു നനച്ചു വളർത്തി പൂ വിരിയുന്നത് കാണാൻ പിന്നെ അയൽക്കാരിയെയും വിളിക്കുക എന്ന ഒരു കവിതയാണത്. ഡി വിനയേന്ദ്രന്റെ ഒരു കവിതയാണ്. ഒരു ചെടി നട്ടു നനച്ചു വളർത്തി പൂ വിരിയുന്നത് കാണാൻ നിന്റെ അയൽക്കാരിയെയും വിളിക്കുക. വസന്തത്തിൽ മല കയറുക, വെളുത്ത പക്ഷത്തിൽ മക്കളോടൊന്നിച്ച് കടലിൽ പോവുക, വെയിൽ കൊള്ളുന്ന പൂച്ചക്കുറിഞ്ഞിയെ നോക്കി വെറുതെ ഇരിക്കുക അല്ലെ. വെയിൽ കൊള്ളുന്ന പൂച്ചക്കുറിഞ്ഞിയെ നോക്കി എന്തൊരു രസമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വെയിൽ കൊള്ളുന്ന അല്ലെ. ഒരുപക്ഷെ ഈ മൃഗങ്ങളോട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീമതിയൊക്കെ ചിലപ്പോ ഈ അക്വേറിയത്തിലെ മത്സ്യങ്ങളോടൊക്കെ സംസാരിക്കുന്ന കാണാം. എനിക്ക് ഭയങ്കര ആലോചനയായിട്ട് തോന്നുന്നത്. എന്താണ് ചെയ്യും? ആ മത്സ്യങ്ങളോട് സംസാരിക്കുക, കോഴിയോട് സംസാരിക്കുക. ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പുരുഷന്മാർക്ക് എനിക്കിപ്പോഴും അതിനോട് യോജിക്കാൻ പറ്റാറില്ല. ഈ കോഴിയോടൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ നായയോട് സംസാരിക്കുക. അത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രശസ്ത ഏതാണ് മറിയയുടെ മറിയ അങ്ങനെ ഒരു പുസ്തകം മാത്രം ഇറക്കി. അപ്പൊ അതിന്റെ ആസ്വാദന വേളയില് ഞാനായിരുന്നു ആ പുസ്തകം അവതരിപ്പിച്ചത്. അതിനകത്തൊരു ചാണ്ടിപ്പട്ടി. ഇതൊരു രസമാണെന്ന് അറിയോ? ഇവര് സ്ത്രീയാണ്. അപ്പൊ ഇവരെവിടെയോ തെക്ക് ഭാഗത്തുള്ള ഒരു സ്കൂളിൽ പോകുന്നു. അപ്പൊ ഈ ചാണ്ടിപ്പട്ടി കൂടെ പോകും. എന്നിട്ട് ഉച്ചക്ക് ഇവർ ഭക്ഷണം കഴിക്കില്ല. ഈ എഴുത്തുകാരി അവർ ഭക്ഷണം കഴിക്കാതെ ഈ ഭക്ഷണം ചാണ്ടിപ്പട്ടിക്ക് കൊടുക്കുക. അപ്പോ ഒരു ദിവസം ഭക്ഷണം കൂട്ടുകാരന് കൊടുത്തു, അവളുടെ കൂട്ടുകാരന് കൊടുത്തു. ചാണ്ടിപ്പട്ടി ആ കൂട്ടുകാരനെ കടിച്ച് ഒരു മാതിരിയാക്കി. ആലോചിച്ച് നോക്കൂ. അപ്പോ ഇത് ഒരു വീട്ടുമൃഗത്തോട് ഒരു സ്ത്രീ പുലർത്തുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പുലർത്തുന്ന അല്ലെ. മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ് എന്നാണ്. മേരിക്ക് ഉണ്ടായിരുന്നുള്ളൂ ആട്ടിൻകുട്ടി, അല്ലാതെ ആ ഒരു പുരുഷനായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം സംഗതികൾ പറയാം. കാരണം ഇതൊരു പ്രകൃതിയോടുള്ള നിരന്തര കൃഷിയോടും അല്ലെങ്കിൽ ഇത്തരം എല്ലാറ്റിനോടും അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളോടൊക്കെയുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ് ഇതൊക്കെ അല്ലെ. പലപ്പോഴും കമ്മിറ്റഡ് ആണെന്നുള്ളതാണ്. പ്രകൃതി ഭയങ്കര കമ്മിറ്റഡ് ആണ്. നോക്കിയിട്ട് പ്രകൃതി ഭയങ്കര കമ്മിറ്റഡ് ആണ്. അതുകൊണ്ടാണ് പ്രകൃതി ദുരന്തം ഉണ്ടാവുന്നത്. പ്രകൃതി നമ്മളോട് കോപിക്കുന്നതല്ല, മറിച്ച് പ്രകൃതി അത്രമാത്രം എന്താണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു അല്ലെ. ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതെ. അപ്പൊ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന സത്യത്തിൽ നമ്മൾ പ്രകൃതിയോട് അത്തരത്തിൽ ചിലത് ചെയ്യുമ്പോൾ പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്നതാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഇക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. ഇക്കോ ഫെമിനിസം പാരിസ്ഥിതിക സ്ത്രീ ശാസ്ത്രമാണത് ഇക്കോ ഫെമിനിസം. ഇക്കോ ഫെമിനിസം എന്താണ്? ഇക്കോ ഫെമിനിസം ഭയങ്കര രസമാണ്.
ഒരു ഒരു ശ്രീരാമന്റെ ശ്രീരാമന്റെ ഒരു കഥയില് ഒരു ഒരു പെൺകുട്ടിയുണ്ട്. അവള് ഗവേഷണമൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ അതിനുശേഷം അവള് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോ അവളുടെ അമ്മയ്ക്ക് ഗർഭപാത്രത്തിലെ ക്യാൻസർ എന്തോ ആണ്. അപ്പൊ അവള് തിരിച്ചു വന്നിട്ട് അവള് ഒരു ചക്ക പറിക്കുകയാണ്. ഈ ചക്ക പറിച്ചിട്ട് ഈ ചക്ക മുഴുവൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തിന്നുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയില്ല, ചക്കയോടൊക്കെ ഉള്ളൊരു ആർത്തി എന്ന് നമ്മളൊക്കെ പറയും. അതുപോലെ ചില പ്രത്യേക പ്രകൃതി വിഭവങ്ങളോടുള്ള നമ്മുടെ ആർത്തി, കമ്മിറ്റ്മെന്റ്, ഇതൊക്കെ സ്ത്രൈണ അവസ്ഥകളാണ് എന്നുള്ളതാണ്. സ്ത്രൈണമായ അവസ്ഥകളാണ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ പുരുഷൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയൊന്നും പുരുഷന് ശരിക്കുള്ള ശ്രദ്ധയൊന്നുമില്ല. അതേസമയത്ത് ഇതിനെ കൃത്യമായി ശ്രദ്ധിച്ച് ഇതിനെ വൈകാരികതയോടെ സമീപിക്കുന്ന ഒരു ആളുകളാണ് ആര്? സ്ത്രീകൾ എന്ന് പറയുന്നവർ. അതൊരു വല്ലാത്തൊരു അത്ഭുതമായ ഒരു പ്രതിഭാസമാണ്. സത്യത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയൊന്നും ചിന്തിക്കാറില്ല, അല്ലെ? നമ്മൾ അത്രയൊന്നും ചിന്തിക്കാറില്ല. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ ഇരിക്കുന്ന ഒരു കൂട്ടത്തിനെ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക, അല്ലെ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു സ്ത്രീയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീയെ മനസ്സിലാക്കുക എന്ന് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നീഡ്സ് അല്ല അവരുടെ നീഡ്സ്. പലപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുന്ന, ഞാൻ മൂന്ന് പെണ്ണ്, ഞാൻ എപ്പോഴും പറയും 3 പേര് എന്റെ വിമർശകരാണ്. ഒരു കാര്യവും അവര് ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറയാറേ ഇല്ല. എന്റെ 2 മക്കളും അതുപോലെ തന്നെ എന്റെ കൂടെ ജീവിക്കുന്ന ആളും ഇപ്പോ ഇവിടെ വന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് അത് വലിയ കാര്യമൊന്നല്ലാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പുറത്തു വന്ന എന്നെ ബഹുമാനിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അതൊക്കെ ഉണ്ടാവും. അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. ഞാൻ അങ്ങനെ വീട്ടിൽ പോയി എന്നെ ആദരിക്കാനൊക്കെ ഒരു പുറത്തൊക്കെ ഇറങ്ങിയിരുന്നപ്പോ വലിയ താഴ്ത്തു വന്ന് നിന്നു. ഞാൻ വരുന്ന മുകളിൽ കയറിയപ്പോ ഞാൻ വളരെ അഹങ്കാരത്തോടുകൂടി പറയും, അതൊക്കെ ഉണ്ടാവും, അല്ലെ? പക്ഷെ ഇതൊക്കെ ഉണ്ടാവുന്നതും അവിടെ ഒരാള് കൃത്യമായിട്ട് വീട്ടിനകത്തോ അല്ലെങ്കിൽ എന്നെ പ്രതിബദ്ധനാക്കുന്നതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാൻ ഈ സർവീസ് കഴിഞ്ഞുള്ള ഒരു കാലഘട്ടത്തിലാണ് PhD ചെയ്തത്. PhDക്ക് വേണ്ടി ബ്രണ്ണൻ കോളേജിൽ പോയിട്ട് അവിടെയാണ്. അപ്പൊ എനിക്ക് 2 മക്കള് ചെറുതാണ്. ഒരാൾക്ക് 3 വയസ്സും ഒരാൾക്ക് 5, 6. ഒരാൾ സ്കൂളിൽ പോരായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ ഈ 2 കുട്ടികളെയും വെച്ചുകൊണ്ട് അവളും ജോലിക്കാരിയാണ്. പക്ഷെ ഞാൻ പോകുന്ന ദിവസം ലീവ് എടുക്കും. അങ്ങനെ ലീവ് എടുത്തുണ്ടാക്കിയതാണ് എന്റെ PhD. അപ്പൊ എന്റെ PhDക്ക് ഏതാ ലീവ് എന്ന് പറയുന്നത് എന്റെ ലീവല്ല, എന്റെ കൂടെ ജീവിക്കുന്ന ആളുടെ ലീവാണ്, അല്ലെ? ഇപ്പോ ഞാനൊരു ലീവ് എടുക്കുന്നത് പോലെയല്ല എന്റെ കൂടെ ജീവിക്കുന്ന ഒരാളോട് ഞാനൊരു ലീവ് എടുക്കാൻ പറയുമ്പോ അത് സ്വകാര്യമായ പ്രശ്നമാണ് എന്റെ ലീവ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെറുതെ നിങ്ങളെ കണ്ടപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭരണഭാഷ, അല്ലെ? അതാണ് ഭരണഭാഷാ വാരാഘോഷമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭരണഭാഷ മലയാളമാവണമെങ്കിൽ എന്തു വേണം? ഭരണഭാഷ മലയാളമാകണമെന്ന് എന്തു വേണം? എന്താണ്? മാതൃഭാഷ മലയാളമായാൽ മതിയോ? പോരാ. ഞാൻ ചോദിക്കട്ടെ. അപ്പൊ അത് വളരെ ഇതാണ് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമല്ലോ, അങ്ങനെ ചെറുതൊക്കെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ രസമാണ്. ഈ മാതൃഭാഷ എന്താവണം? ആയാ മതിയോ? മാതൃഭാഷ ആയാ മതിയോ? പോരാ. ഈ കുരിപ്പുഴ ശ്രീകുമാറിന്റെ ഒരു കവിത നിങ്ങൾ ആരെയും കേട്ടു? അമ്മ മലയാളം എന്നാണ് കവിതയുടെ പേര്. കേട്ടിട്ടുണ്ടോ? ആരെയും കേട്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു വരി പറയുന്നുണ്ട്, ഉപ്പു കർപ്പൂരം ഉമിക്കരി ഉപ്പേരി തൊട്ടു കാണിച്ച ഭാഷ മലയാളം. എന്താണ്? ഉപ്പ് കർപ്പൂരം ഉമിക്കരി ഉപ്പേരി തൊട്ടു കാണിച്ച ഭാഷ മലയാളം. അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം. അച്ഛനും അമ്മയും ഇത് ആർക്ക് തോന്നണം? അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളമാണെന്ന് ആർക്ക് തോന്നണം? ആർക്ക് തോന്നണം? അതന്നെ, മക്കൾക്ക് തോന്നണം, അല്ലെ? നോക്കൂ, അച്ഛനും അമ്മയും. അപ്പൊ എത്ര പെട്ടെന്ന് നമുക്കൊരു കവിത കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം. ഉപ്പു കർപ്പൂരം ഉമിക്കരി ഉപ്പേരി തൊട്ടു കാണിച്ച ഭാഷ മലയാളം. ഉപ്പ്, അല്ലെ? കർപ്പൂരം, ഉമിക്കരി, അല്ലെ? ഉമിക്കരിയോട് പ്രതികരിച്ചിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടല്ലേ? ഈ ആ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാരുണ്ടാവും. ഞാനൊക്കെ എങ്ങനെ അറിയോ? ഈ കിഴക്കൻ പ്രദേശത്തുള്ള ഞാൻ ആദ്യം ഉമിക്കരിയാണ്. ഉമിക്കരി കഴിഞ്ഞിട്ട് പിന്നെ വന്നത് എന്താന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? എന്ത് വെൽപ്പൊടി? ഒരു റോസ് കളറിലെ വെൽപ്പൊടി. ഏതാണ് അതിന്റെ പേരെന്താണ്? അല്ല, KP നമ്പൂരിസ് അല്ല. KP നമ്പൂരിസ് അല്ല.
ഓ ഗോപാൽ ആരാ പറഞ്ഞേ? കൈയടിക്കണം. എന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഗോപാൽ പൽപ്പടി നമ്മുടെ നൊസ്റ്റാൾജിയാണ് കേട്ടോ. എനിക്ക് ഗോപാൽ പൽപ്പടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പൊ ഈ ഗോപാൽ പൽപ്പടി എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഉമിക്കരി കഴിഞ്ഞിട്ട് അച്ഛനാകെ കൊണ്ടുവന്ന ഒരു പൽപ്പടി ഗോപാൽ പൽപ്പടിയാണ്. എന്താണ്? ഒരു റോസ് കളറിൽ അല്ലെ, ഒരു റോസ് കളറിലാണ് ഗോപാൽ പൽപ്പൊടി. ഈ ഗോപാൽ പൽപ്പൊടിയും കഴിഞ്ഞിട്ടാണ് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഞാൻ കാണുന്നത്. ആ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റിന്റെ കാലഘട്ടത്തിലാണ് നന്ദനാരുടെ ഒരു പ്രസിദ്ധമായ ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടാവും. ഈ പുസ്തകത്തിനകത്ത് ഉണ്ണിക്കുട്ടൻ ഈ പേസ്റ്റ് പീച്ചുന്നുണ്ട്. പേസ്റ്റ് ഇങ്ങനെ പീച്ചുന്നുണ്ട്. ഇതൊക്കെ മലയാളമാണ് കേട്ടോ, ഇതൊക്കെയാണ് മലയാളം. അപ്പൊ ഈ പേസ്റ്റ് ഇങ്ങനെ പീച്ചുന്ന സമയത്ത് ഉണ്ണിക്കുട്ടൻ പറയുന്നുണ്ട്, അയ്യോ ഒരു വെളുത്ത പുഴു പുറത്തേക്ക് വരുന്നു. എന്താണ്? ഒരു വെളുത്ത പുഴു പുറത്തേക്ക് വരും. ഈ അനുഭവം എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മള് ബിനാക്ക ടൂത്ത് പേസ്റ്റ് കണ്ടു. ഈ ബിനാക്കയുടെ മുകളില് ഒരു നീലയുടെ മുകളിൽ ചെറിയ വരയുള്ള ബിനാക്ക ടൂത്ത് പേസ്റ്റിന്റെ രസം അതിനേക്കാൾ വലുത് എന്തായിരുന്നു? അതിന്റെ ബൊമ്മകൾ എടുത്തു വെച്ചിരുന്ന ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് പോലും എന്റെ അടുത്ത് അതുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ബിനാക്കയുടെ ബൊമ്മകള് അല്ലെ, ആരെങ്കിലും ഉണ്ടോ അനുഭവം? ഇത് മാതൃഭാഷയാണ്. ഇത് മലയാളത്തിലെ ഒരു കുട്ടി ചെയ്തതാണ് അല്ലെ, മലയാളത്തിലെ ഒരു കുട്ടിയുടെ പ്രവൃത്തിയാണ്. അപ്പോൾ ഭരണഭാഷ മലയാളമാകണമെങ്കിൽ എന്റെ പ്രവൃത്തിയുടെ ഭാഷ മലയാളമാകണം. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് കേവലം ഭാഷയല്ല, അത് എന്റെ ജീവിതത്തിൽ. നേരത്തെ നിങ്ങളെ കുറിച്ച് ഞാൻ ചിലതൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പ്രകൃതിയോടും ചക്കയോടും നിങ്ങളുടെ മലയാളി ജീവിതത്തോടും ഒക്കെയുള്ളൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഈ കമ്മിറ്റ്മെന്റിനാണ് മാതൃഭാഷ. അല്ലാതെ വെറുതെ മലയാളം പറഞ്ഞത് കൊണ്ട് മാതൃഭാഷ ആവുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ ഊർജം ഒരു പക്ഷേ ഞാൻ വേറെ ഒരു സ്ഥലത്ത് വേറൊരു ഭാഷയില് ആളുകളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഗോപാൽ പൽപ്പടി പറയാൻ കഴിയില്ല. എനിക്ക് ഗോപാൽ പൽപ്പടി പറയാൻ കഴിയില്ല. എനിക്ക് വെളുത്ത പുഴു, നന്ദനാരുടെ ഒരു പുസ്തകത്തിലെ വെളുത്ത പുഴു പുറത്തേക്ക് വരുന്ന രംഗം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? പക്ഷേ വേറൊരാൾക്ക് അത് അല്ലെ, കാനന ഛായയിൽ കേട്ടാൽ അത് മലയാളിയാണ് എന്നുള്ളതാണ് അല്ലെ. മലയാളിക്ക് മാത്രമാണ് ഈ കാനനച്ഛായയിൽ ആടുമേയ്ക്കാൻ എന്നുള്ള ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവന്റെ ജീവിതത്തെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തെ വാർത്തെടുത്ത ഒരു ബാല്യകാലമോ യൗവനകാലമോ കൗമാരകാലമോ ഉള്ളത് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് ഭാഷയെ സംബന്ധിച്ചുള്ള നമ്മുടെ ചിന്തയുടെ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മാധവിക്കുട്ടി പറഞ്ഞത്, കമലാദാസ് അല്ലെങ്കിൽ മാധവിക്കുട്ടി അല്ലെങ്കിൽ അവർക്ക് വേറെയും പേര്, കമലാദാസ് പറഞ്ഞത്, ഞാൻ 3 ഭാഷകൾ സംസാരിക്കുന്നു, 2 ഭാഷയിൽ എഴുതുന്നു, ഒരു ഭാഷയിൽ അത് നിങ്ങൾ പൂരിപ്പിക്കണം. ഒരു ഭാഷയിൽ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, സ്നേഹത്തിനും അപ്പുറത്ത് സ്നേഹിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വപ്നം കാണും അല്ലെ. അപ്പോൾ മാധവിക്കുട്ടി പറഞ്ഞത്, ഞാൻ 3 ഭാഷകളിൽ സംസാരിക്കുന്നു, 2 ഭാഷയിൽ എഴുതുന്നു, ഒരു ഭാഷയിൽ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വപ്നം കാണുന്ന ഭാഷയാണ് മാതൃഭാഷ, അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഭാഷയാണ് മാതൃഭാഷ അല്ലെ. ഈ എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനം പറയുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവുമല്ലോ, ഞാൻ എന്ന ഭാവമത് തൊനായിക വേണമിഹ തൊന്നുന്നതാകിലധികം ഞാനിതെന്ന അടിപടയിടണം. അതൊരു മലയാളിക്ക് മാത്രമാണ് ആ ഒരു അനുഭവം അല്ലെ. ഒരുപക്ഷെ വേറെ ഭാഷകളിൽ അത് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെ, എത്രയോ പേര് പറയും. പക്ഷെ മലയാളി പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛനിലൂടെ നമ്മൾ ഹരിനാമ കീർത്തനം ഓർക്കുന്ന സമയത്താണ്, ഞാൻ എന്ന ഭാവം അത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ ഭരത നാരായണായ നമോ. ഒരു മനോഹരം നോക്കൂ, നമ്മുടെ ഭാഷയുടെ നമ്മുടെ ജീവിതത്തിന്റെ തെളിനീരുറവുകളാണ് ഇതൊക്കെ അല്ലെ. കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിന്നു കണ്ണായിരുന്ന പൊരുൾ അല്ലെ, കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിന്നു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ. ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും മനസ്സിലായി. കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന്നു കണ്ണായി, ഏതാ സംഭവം? ആ കണ്ണ് ഏതാ?
കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന ഒരു താനെന്നുറയ്ക്കും അളവ് ആനന്ദം. ആ ആനന്ദം എവിടെ ഉണ്ടാവുക? യെസ്, തലച്ചോറിലല്ല. മനസ്സെന്ന് പറഞ്ഞ വളരെ സന്തോഷമുണ്ട് അല്ലെ? കുഞ്ഞിന് മാഷ് ചോദിച്ചത് ഞാൻ മനസ്സിലോ മനസ്സെന്നിലോ എന്നാ മാഷ് ചോദിച്ചിട്ടുള്ളത്. മാഷായിട്ടുള്ള ഒരുപാട് കാലത്ത് എന്റെ ആദ്യത്തെ പുസ്തകം മാസ്റ്റർ ജീവചരിത്രമാണ്. അപ്പൊ മാസ്റ്ററോട് ഒരുപാട് യാത്ര ചെയ്യാനോ ഒക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് അപ്പൊ മാഷ് ചോദിക്കും. അപ്പൊ മാഷ് ചിലപ്പോ ഈ സ്വന്തം അനുഭവത്തിൽ നിന്ന് കവിതകൾ കണ്ടെടുക്കുന്ന അങ്ങനെയാണ്. എനിക്ക് ഒരിക്കലും മാഷ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ലോകം മുഴുവൻ മലയാളത്തിൽ എഴുതിയ ഒരു കവിതയാണ്. മനസ്സിലാവും, എനിക്ക് ലോകം മുഴുവൻ. ഇപ്പൊ നമ്മുടെ മക്കളുടെയൊക്കെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിദേശങ്ങളിലേക്കൊക്കെ അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോകും. അപ്പോഴും ഓസ്ട്രേലിയ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? മലയാളത്തിൽ എഴുതിയ ഒരു കവിതയായിട്ടാണ് അല്ലെ? അമേരിക്ക നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? മലയാളത്തിൽ എഴുതിയ ഒരു കവിതയാണ് അല്ലെ? ഒരു തുള്ളി അമ്മിഞ്ഞപ്പാലിൻ പരപ്പാണി ആകാശം. യൂണിവേഴ്സിറ്റിയാണ്. ഒരു തുള്ളി അമ്മിഞ്ഞപ്പാലിൻ പരപ്പാണി ആകാശം. അപ്പൊ നോക്കൂ, കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, അതിന് എത്രയോ ശേഷമാണ് കടമനിട്ട് എഴുതുന്നത് അല്ലെ? ഇതിനൊക്കെ എത്രയോ ശേഷമാണ് കടമനിട്ട് എഴുതുന്നത്. കണ്ണു മാത്രം പോരാ, കണ്ണിൽ കത്തിജ്വലിക്കുന്ന ഒരു ഉൾക്കണ്ണു വേണം, അണയാത്ത കണ്ണ്. അണയാത്ത കണ്ണേതാ? മനക്കണ്ണ്. അതെന്നെയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ പറഞ്ഞത് മനസ്സാണ് എന്നുള്ളതാണ്. കണ്ണിനു കണ്ണ് അല്ലെ, എന്തൊരു അത്ഭുതം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ആള് ഭാഷയുടെ പിതാവാവുന്നത് എന്തുകൊണ്ടാ? മലയാളിയുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാ. ഇല്ലെങ്കിൽ നിങ്ങൾ അത് കർക്കിടകമാസങ്ങളിൽ രാമായണം വായിക്കില്ല. നിങ്ങൾ എന്തൊക്കെ അനാചാരവും അന്ധവിശ്വാസം എന്നൊക്കെ അതിനെ പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുമ്പോഴും ഇന്നും എഴുത്തച്ഛന്റെ രാമായണം എടുത്തു വെച്ച് നോക്കുമ്പോൾ വന്യസന്തപ്ത ലോഹ സ്താംബു ബിന്ദുനാ സന്നിധം മർത്യജന്മം ക്ഷണബന്ധുരം. എന്താണ് എന്റെ അർത്ഥം? എളുപ്പമാണ് ഈ വാക്കുന്നുണ്ട്. വന്യസന്തപ്ത ലോഹ സ്താംബു ബിന്ദുനാ സന്നിധം മർത്യജന്മം. എന്താ അർത്ഥം? നിങ്ങളൊന്ന് പറയാം, ആരെങ്കിലും ഒരാൾ പറയൂ. മലയാളം നിങ്ങളെ കുട്ടികളാക്കിയിട്ട് ഞാൻ ചോദ്യം ചോദിക്കല്ല കേട്ടോ. അതിലൊരു മനോഹാരിതയുണ്ട്. എഴുത്തച്ഛൻ ഈ പറഞ്ഞൊരു സംഗതി വളരെ എളുപ്പമുള്ള സാധനമാണ്. നമ്മളൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ എളുപ്പം അറിയാം. നന്നായിട്ടുള്ള ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിൽ അല്പം എണ്ണയോ വെള്ളം ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെയും റിഫ്ലക്സ് ചെയ്യാൻ കഴിയുന്ന സ്ത്രീകളൊക്കെ ഉണ്ടോ? ഭാഷയിലെ ആധിപത്യം പുരുഷനാണ്, പക്ഷെ ഭാഷയുടെ അനുഭവങ്ങളെ തൊടാൻ കഴിയുന്ന ആർക്ക് തന്നെയാണ്? പലപ്പോഴും ജീവിതം കൊണ്ട് സ്ത്രീക്കാണ് അല്ലെ? വന്യസന്തപ്ത ലോകസ്താംബുബിന്ദുനാ സന്നിധം മർത്യജന്മം ക്ഷണബന്ധുരം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പിയിൽ വീട് ഒരു തുള്ളി വെള്ളം പോലെയാണ് ജീവിതം. ഇത്ര എളുപ്പം ആലോചിച്ചു. ഇത്രയുള്ള ജീവിതം നീർക്കുമള പോലെ ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കമ്പിയിൽ വീണ ഒരു തുള്ളി വെള്ളമാണ് ജീവിതം. അയ്യപ്പൻ എന്ന് പറയുന്നൊരു കവി ഉണ്ടായിരുന്നു. അയ്യപ്പനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ അയ്യപ്പൻ ഒരിക്കൽ എഴുതി, ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പിയിൽ വീണ ഒരു തുള്ളി വെള്ളമാണ് എനിക്ക് പ്രണയം. ജീവിതം എന്നുള്ളതിനെ അയ്യപ്പൻ മാറ്റിയത് എന്ത് പറഞ്ഞു? സത്യത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ പ്രണയം അത്രയൊക്കെ തന്നെയുള്ളൂ അല്ലെ? ഈ പ്രണയം എന്ന് പറയുന്നത് ഈ വരുന്നതും പോകുന്നതും ചിലപ്പോ ഈ ഒരു തുള്ളി വെള്ളം ഒരു ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പിയിൽ വീഴുന്ന അവസ്ഥയിലാണ് പ്രണയം എന്ന് പറയുന്നത് അല്ലെ? അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഈ പ്രണയം എന്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായ അനുഭവമാവുന്നത്? കാരണം അത് ഷോർട്ട് ലീവ്ഡ് ആണെന്നുള്ള സത്യം മനസ്സിലാക്കുക അല്ലെ? അപ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം കൂടുക. അല്ലാതെ അനാദികാലം ഞാൻ നിന്റെ ഒപ്പം ജീവിക്കാമെന്നോ അങ്ങനെയുള്ളൊരു ഷെയറിങ്ങിലൊന്നും ഇന്നത്തെ പുതിയ കുട്ടികൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ബ്രേക്കപ്പ് ഒക്കെ വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളൊക്കെ ഇപ്പോ വളരെ കൂളായിട്ടാണ് ബ്രേക്കപ്പ് പറയുക അല്ലെ? അവള് ബ്രേക്കപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ അതിന് മുമ്പ് ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞു. കൃത്യം. എന്താ ഈ ബ്രേക്കപ്പ്? ഷോർട്ട് ലീവ്ഡ് ആണെന്ന് മനസ്സിലാക്കി. ഈ പ്രണയം സ്നേഹം എന്നൊക്കെ പറയുന്നത് വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്. ഈ ചങ്ങമ്പുഴയുടെ രമണൻ പറഞ്ഞതൊക്കെ വെറുതെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലെ? അനശ്വരമാണ്. ലൈല മജ്നുവിനെ കുറിച്ച് പറയുമ്പോഴും